എല്ലാവർക്കും നമസ്കാരം. വളരെ തീവ്രമായിട്ടുള്ള ഒരു അനുഭവമാണ് അയച്ചത്. എന്താ ഗോവിന്ദ ചിരിക്കുന്നത്? അച്ഛൻ പറയട്ടെ, ഇത് അനുഭവം പറയട്ടെ. ഇത് ആരാണെന്നറിയാം അയച്ചത്? നമ്മുടെ സ്വന്തം പ്രീതി ചേച്ചി. നമ്മുടെ ഗ്രൂപ്പിലെ വളരെ ആക്റ്റീവായിട്ടുള്ള, എല്ലാവർക്കും പരിചയമുള്ള, എല്ലാവരുമായിട്ട് നല്ല ഒരു കോണ്ടാക്ട് വെക്കുന്ന ചേച്ചിയാണ്. ചേച്ചിയുടെ ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട്. അത് അനുഭവം പറ്റുമെങ്കിൽ പറയണമെന്നാണ് കേട്ടോ പറഞ്ഞത്. പക്ഷെ അത് വായിച്ച് നോക്കിയപ്പോൾ അത് പറ്റാതിരിക്കാനുള്ള കാരണങ്ങളൊന്നും അതിലില്ല. അത്രയും മനോഹരമായിട്ടുള്ളൊരു അനുഭവമാണ്. എല്ലാവരും കേൾക്കാൻ തയ്യാറാവട്ടോ. ചേച്ചിയുടെ കൂടെ സഞ്ചരിക്കാം, നമുക്ക് ഒന്നിച്ച് സഞ്ചരിക്കാം. ഓക്കെ സാർ, ഈ അനുഭവം വായിച്ചിട്ട് പറ്റുന്നതാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഇടാമോ? ഇത് 2020 ഡിസംബർ 12 നടന്ന അനുഭവമാണ്. ഹരേ കൃഷ്ണ, ഞാൻ പ്രീതിയാണ്, തൃശ്ശൂരിൽ നിന്ന്. കുറച്ച് വർഷങ്ങളായി ഒരു ശീലം. പുതിയ സെറ്റുമുണ്ടോ സെറ്റ് സാരിയോ ഒക്കെ വാങ്ങിയാൽ അത് ആദ്യം കണ്ണനെ കാണിക്കണം, എന്നിട്ടേ എവിടേക്കും ഞാൻ ഉടുക്കാറുള്ളൂ. 2020 ഓണത്തിന് ഹസ്ബൻഡിൻ്റെ ചേട്ടൻ ഓണക്കോടിയുമായിട്ടൊരു സെറ്റ് സാരി തന്നു. അതങ്ങനെ എടുത്തു വെച്ചു. ആ ഇടയ്ക്ക് ചേട്ടൻ്റെ മോളുടെ കല്യാണം കേട്ടോ, ഡിസംബർ 13. കല്യാണം ക്ഷണിക്കാനായിട്ട് ചേട്ടനും മോളും വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു, കല്യാണത്തിൻ്റെ തലേന്നാണ് ദക്ഷിണ ചടങ്ങ്, സ്ത്രീകൾ സെറ്റ് സാരിയോ സെറ്റുമുണ്ടോ, ആണുങ്ങൾ ഷർട്ടും മുണ്ടുമാണ് വേഷം. മോള് പറഞ്ഞു, മേമ അച്ഛൻ വാങ്ങി തന്ന സെറ്റുമുണ്ട് കൊടുക്കുമെന്ന്. ഞാൻ ആകെ വിഷമത്തിലായിട്ടോ. എന്തു ചെയ്യും? കണ്ണനെ കാണിക്കാതെ. മോളാണെങ്കിൽ ആദ്യമായ ഒരു കാര്യം പറഞ്ഞതാ. അവളാണെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ കാനഡയിൽ സെറ്റിലാവും, പിന്നെ എന്നാ നാട്ടിൽ വരാമെന്നറിയില്ല. മനസ്സില്ലാ മനസ്സോടെ കല്യാണത്തലേന്ന് ഉടുക്കാൻ തീരുമാനിച്ചു. ചേട്ടൻ്റെ വീട് എറണാകുളം ചേരനെല്ലൂരിലാണ്. അങ്ങനെ തലേന്ന് സന്ധ്യാനേരത്ത് ചേട്ടൻ പറഞ്ഞു, എല്ലാവരും റെഡിയായിക്കോ, ഫോട്ടോഗ്രാഫർ വരാറായെന്ന്. ഞാൻ വിഷമത്തോടെ ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിട്ടോ. അന്നേരം എൻ്റെ മനസ്സിൽ ഞാൻ എങ്ങനെ 5 മിനിറ്റ് കൊണ്ട് എറണാകുളത്തുനിന്ന് ഗുരുവായൂരത്തും കണ്ണാ, നിന്നെ എങ്ങനെ കാണിക്കൂ, ഇതൊക്കെയായി ചിന്ത. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടത്തി അമ്മ പറഞ്ഞു, കല്യാണപ്പുടവ് പൂജിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ്റെ കൂടെ ഒന്ന് പോവുമോ? 2 ആളും കൂടെ പോയാൽ ഇവിടെ ആൾക്കാർ വരുമ്പോൾ ബുദ്ധിമുട്ടാവും, കല്യാണ വീടല്ലേ. എനിക്ക് സന്തോഷമായിട്ടോ. അമ്പലത്തിലേക്കല്ലേ, ഫോട്ടോഗ്രാഫറുടെ മുന്നിലേക്കല്ലല്ലോ. അവിടെ ഉണ്ടായിരുന്ന ചേട്ടത്തിയമ്മയുടെ ചേച്ചിയോട് ആ അമ്പലത്തിൽ എന്താ പ്രതിഷ്ഠ എന്ന് ചോദിച്ചു. അയ്യപ്പൻ്റെ അമ്പലമാണ്. അയ്യപ്പൻ്റെ അമ്പലത്തിൽ പുടവോ പൂജിക്കുമോ? എനിക്ക് സംശയമായിട്ടോ. എന്തോ ആവട്ടെ, അയ്യപ്പനെങ്കിൽ അയ്യപ്പൻ. അങ്ങനെ ഞാനും ചേട്ടൻ്റെ കൂടെ പോയിട്ടോ. 5-6 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ അമ്പലത്തിലെത്തി. കാറിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഞാൻ അമ്പരന്ന് പോയി. അമ്പലത്തിന് മുമ്പിൽ കാളിയമർദ്ദനായ കണ്ണൻ്റെ പ്രതിമ. അയ്യപ്പൻ്റെ അമ്പലത്തിൽ കണ്ണനോ? അപ്പോഴാണ് അമ്പലത്തിൻ്റെ ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടത്. സന്തോഷം കൊണ്ട് എന്താ ചെയ്യാന്നറിയില്ല. ചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഏതോ മായാലോകത്തിലെത്തിയതുപോലെ നാലമ്പലത്തിൽ കടന്നു. ചേട്ടൻ കല്യാണപ്പുടവ ശാന്തിയെ ഏൽപ്പിക്കാൻ തിടപ്പള്ളിയുടെ അവിടെ പോയിട്ടോ. തിരുനടയിൽ ഞാനും കണ്ണനും മാത്രം. സന്ധ്യാസമയത്തെ ദീപപ്രഭയിൽ അതീവ സുന്ദരനായിട്ട്, സർവാഭരണ വിഭൂഷിതനായിട്ട്, ഓടക്കുഴലും പിടിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു എൻ്റെ കണ്ണൻ. എന്നിട്ടൊരു ചോദ്യവും, നിനക്കല്ലേ 5 മിനിറ്റ് കൊണ്ട് ഗുരുവായൂരിലെത്താൻ പറ്റാത്തേ, എനിക്ക് നിന്റെ അടുത്ത് എത്താമല്ലോ. ഞാനൊന്നും മിണ്ടാനാവാതെ ചിരിച്ചുകൊണ്ട് നിന്നു കേട്ടോ. ഞങ്ങൾ 2 ആളും കുറേ നേരം നോക്കി ചിരിച്ചു. അപ്പോഴത്തെ മാനസികാവസ്ഥ ഒന്നും പറയാനില്ല. പുറത്ത് കടന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഈ അമ്പലത്തിന് തെക്കൻ ഗുരുവായൂർ എന്നും പറയൂട്ടോ, ഗുരുവായൂരപ്പൻ തന്നെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന്. ഗുരുവായൂരിലെ അതേ പൂജകളും. വേറെ എന്തു വേണം എനിക്ക്? എല്ലാവരും കല്യാണത്തിൻ്റെ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പുതിയ സെറ്റ് സാരി എടുത്ത് എന്നെ കാണാൻ വന്ന കണ്ണൻ്റെ കള്ളച്ചിരിയായിരുന്നു. ഹരേ കൃഷ്ണ, രാധേശ്യാം രാധേശ്യാം. പ്രീതി ചേച്ചിയുടെ അനുഭവമാണ്. എന്താ ഒരു സ്പെഷ്യൽ അനുഭവം മാതിരി എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാന്ന് വെച്ചാൽ തന്നെ ഭാഗ്യമാണ്. നല്ല രസമായിരുന്നില്ലേ അനുഭവം? നിങ്ങൾ ആ അനുഭവത്തിലൂടെ സഞ്ചരിച്ചില്ലേ? അപ്പം വളരെ സന്തോഷമുള്ളൊരു അനുഭവം തന്നെയായിരുന്നു. ചേച്ചിക്ക് വളരെ നന്ദി പറയുന്നു. ഗോവിന്ദേ, എൻ്റെ അടുത്തൊരാളിരിക്കുന്നുണ്ട്, പനിയായിട്ടൊന്നും പോയിട്ടില്ല. അപ്പം അദ്ദേഹത്തെയും കൂടെ മേച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തായാലും എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ചിരിക്കണ്ട, എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെ വരണം. വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. കൃഷ്ണവിഗ്രഹങ്ങൾ സമ്മാനം നൽകുന്നുണ്ട്. പ്രീതി ചേച്ചിക്ക് സ്നേഹം അറിയിക്കുന്നു. വേറെ എല്ലാവർക്കും, ഗ്രൂപ്പിലുള്ളവർക്കും ചാനൽ കാണുന്നവർക്കും ഒക്കെ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ.